ഹായ് ഡേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാവ്യശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വൈനാണ്, മുന്തിരി വൈനാണ്. ഇത് ഒരു 6 മാസം മുന്നേ ഉണ്ടാക്കിയ ക്യാരറ്റ് വൈനാണ്. അതെങ്ങനെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഇതൊന്ന് നോക്കാം. നമുക്ക് കണ്ട നല്ല തെളിഞ്ഞ് നിൽക്കുന്ന ഈ ക്രിസ്മസിന് എല്ലാവരും വൈനുണ്ടാക്കാം. മുന്തിരിയുടെ വൈനാണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മുന്നേ ഉണ്ടാക്കിയ ക്യാരറ്റ് വൈനാണ്. ഇതെല്ലാവരും ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് 1 കിലോ നല്ല കറുത്ത മുന്തിരിയിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക. നേരി ചൂടുള്ള വെള്ളത്തിലിട്ട് വെള്ളം തിളച്ചതിലേക്ക് ഈ മുന്തിരി കഴുകി വാല വെച്ച മുന്തിരിങ്ങ ഇടാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത മുന്തിരിങ്ങയാണ്, 1 കിലോ മുന്തിരിങ്ങയാണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത്. അതിലേക്ക് ഒരു കഷ്ണം ചുക്ക്, 5-6 ഏലക്കായ, പട്ട, ഗ്രാമ്പു എല്ലാതും ഇതിലേക്ക് ഇട്ടൊന്ന് തിളപ്പിക്കും. മുക്കാൽ കിലോ പഞ്ചസാരയും ചേർക്കുക. ഇത് നന്നായി തിളച്ചതിന് ശേഷം ചൂടാറാൻ വയ്ക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. പഞ്ചസാര മുഴുവൻ ലയിച്ച് ചേരണം വെള്ളത്തിൽ, എന്നാൽ മാത്രമേ അത് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നേരി ചൂടുള്ളപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർക്കാം. ഞാൻ ഗോതമ്പ് ചേർക്കുന്നില്ല. ഗോതമ്പ് ചേർത്തിട്ടാണ് സാധാരണ ഉണ്ടാക്കാറ്. ഇതൊന്ന് ഗോതമ്പ് ചേർക്കാതെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പറഞ്ഞിൽ നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നല്ല ചുമന്ന മുന്തിരിയാണ് ഇതിന് യൂസ് ചെയ്തേക്കണം. അതുകൊണ്ടുകൊണ്ട് നല്ല ചുമപ്പ് ജ്യൂസാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. ഇതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ചുക്ക് ഇതൊക്കെയാണ് ഇതിൽ ചേർത്ത് തിളപ്പിച്ചേക്കണത്. 1 കിലോ മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ ഉപ്പിട്ടിട്ട് കല്ലുപ്പിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് വാല വെച്ചിട്ടാണ് 2-3 പ്രാവശ്യം വീണ്ടും കഴുകിയതിന് ശേഷമാണ് 2 ലിറ്റർ വെള്ളത്തിലേക്ക് തിളപ്പിക്കാനായിട്ട് ഇടുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അതെല്ലാം ചേർത്ത് ഒന്ന് തിളച്ച് 2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കേണ്ടത്. നല്ല പുതിയ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇതിന് ചേർക്കേണ്ടത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് ഒന്ന് 3/4 ഭാഗം ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമാണ് ഭരണിയിലേക്ക് ഒഴിക്കേണ്ടത്. ബാക്കിയുള്ളത് ഒഴിക്കാം. ഇത് 2 കുപ്പികളിലാക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒന്ന് അരിച്ചിട്ടോ ഒന്ന് അരിക്കാതെയും. ഇതിൻ്റെ ബാക്കി വരുന്ന അതും കൂടിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇപ്പോൾ 3/4 ഭാഗത്തോളം ഇതിൽ ആക്കിയാൽ മതി. ഇതേപോലെ 3/4 പാത്രം ആക്കി വയ്ക്കുക. അങ്ങനെ 21 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കാൻ പാടുള്ളൂ. അധികം മുറുക്കാൻ പാടില്ല, കുറച്ച് ലൂസാക്കിയിട്ട് ഒന്ന്. ഇതിപ്പോൾ ഗ്ലാസ് ജാറായതുകൊണ്ട് നല്ല ഈ കിച്ചണിൻ്റെ ബോക്സുകളിൽ ഉള്ളിലാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കും.